ഇവിടെ വന്നതിനും പോലീസിനോട് സഹകരിച്ചതിനും വളരെ നന്ദിയുണ്ട് മിസ്റ്റർ ഷെട്ടി. അതൊരു പൗരന്റെ കടമയല്ലേ സാർ? ശരി. നിക്ക, ഒരു മിനിറ്റ്. ഒരു മിസ്സിസ് കൽപ്പന തിവാരിയെ നിങ്ങൾക്കറിയാമോ? പിന്നെ എൻ്റെ ഭാര്യയുടെ അനുജത്തിയ. പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടിപ്പോ ഏകദേശം 16 വർഷത്തോളായി. നാഗരാജ് എന്നു പേരുള്ള ഒരു സെർവന്റ് നിങ്ങൾക്കുണ്ടായിരുന്നോ? നാഗരാജ്? ആ പേരിൽ ആരെയും എനിക്കറിയില്ല. ശരി, പൊയ്ക്കോളൂ. ഇതൊരു കൊലക്കേസാണ്. ചിലപ്പോൾ ഇനി സഹകരണം ആവശ്യമായി വരും. എപ്പോൾ വേണമെങ്കിലും എൻ്റെ നമ്പറിൽ വിളിക്കാം. ഏതു വിധത്തിൽ സഹകരിക്കാനും ഞാൻ തയ്യാറാണ്. ഓക്കെ, സീ യു. ഓക്കെ. അങ്ങനെ തൻ്റെ ആ കള്ളക്കഥയും പൊളിഞ്ഞു. ഇനി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മരണത്തിന്റെ വക്കീന്ന് പോലും നിന്റെ പ്രാർത്ഥന നരേന്ദ്രനെ തിരിച്ചു കൊണ്ടുവന്നില്ലേ അമ്മു? അതിൽ കൂടുതൽ വല്ലതും ഉണ്ടോ ഈ പോലീസും കേസും ഒക്കെ? നീ ധൈര്യമായിട്ടിരിക്കുക. എനിക്കിപ്പോ ധൈര്യം കൂടിയിട്ടേ ഉള്ളൂ മുത്തശ്ശി. എങ്ങനെയും അദ്ദേഹത്തെ ദ്രോഹിക്കാൻ വേണ്ടി ശത്രുക്കൾ എത്രമാത്രം ഉത്സാഹിക്കുന്നുണ്ടോ അതനുസരിച്ച് ചെറുത്തു നിൽക്കാനുള്ള ധൈര്യം എനിക്ക് കിട്ടുന്നുണ്ട്. ന്യായവും നീതിയും നമ്മുടെ ഭാഗത്താണെങ്കിൽ ഏത് ചെകുത്താനോട് വേണമെങ്കിലും എതിർത്ത് നിൽക്കാനുള്ള ശക്തി നമുക്ക് തനിയെ ഉണ്ടാകും. മനസ്സ് പതറിപ്പോകരുതെന്നേ ഉള്ളൂ. ചെയ്യാത്ത തെറ്റിന് അദ്ദേഹം വീണ്ടും ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നതിലേ ഉള്ളൂ മുത്തശ്ശി എനിക്ക് സങ്കടം. പാവം, എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചതിന് ശേഷം ഒന്ന് തിരിച്ചെത്തിയത്. സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഒന്ന് ജീവിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ദുരിതവും താൽക്കാലികമാണെന്ന് കരുതിയാ മതിയമ്മു. ആദിത്യ ഭഗവാനെ പോലും രാഹു ഗ്രഹിക്കുന്നില്ലേ? ഒരു ചെറിയ കാലദോഷം, അത്ര തന്നെ. അദ്ദേഹത്തിനും എനിക്ക് മാത്രം കാലദോഷം മാറുന്നില്ലല്ലോ മുത്തശ്ശി. മാറുമോളെ, എല്ലാത്തിനും ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ഈശ്വരൻ എന്തിനാ ഇത്തരം കുടില ബുദ്ധികളെ സൃഷ്ടിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മനുഷ്യരിൽ ദേവന്മാരും അസുരന്മാരും ഉണ്ടമ്മു. സുധയോട് നീ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടാണോ അവള് നിന്നോട് പകയും ശത്രുതയും വെച്ചു പുലർത്തുന്നേ? നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഒരു കുഴപ്പവും കൂടാതെ അദ്ദേഹം തിരിച്ചു വരും. ഞാനില്ലേ നിനക്ക്? ആ, കേട്ടില്ലേ? സത്യം. ശിവജിയാ. ഹലോ. ഹലോ, ശിവജിയാണ് മാം. സാർ, ഞാൻ ശിവജി വിളിക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു. എന്തായി ശിവജി? നല്ല വാർത്തയൊന്നും പറയാനില്ല മാം. സാർ, ഞാനിപ്പോൾ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതേ ഉള്ളൂ. സാബിനെ കാണാൻ അവർ സമ്മതിച്ചില്ല. ഇനി നമ്മള് എന്താ ശിവജി ചെയ്യേണ്ടത്? സാബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തായി സ്റ്റേഷൻ റിപ്പോർട്ടിലുണ്ട്. ഇനി അവർക്ക് താമസിക്കാതെ സാബിനെ കോടതിയിൽ ഹാജരാക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ജാമ്യത്തിന് ശ്രമിക്കാം. കോടതിയിൽ ഹാജരാക്കിയാൽ ഉടനെ ജാമ്യം കിട്ടുമോ? റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. റിമാൻഡ് കാലാവധി കഴിയാതെ ജാമ്യം കിട്ടുന്ന കാര്യം സംശയമാണ്. അപ്പോ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും അല്ലേ ശിവജി? തെളിവെടുപ്പിന് വേണ്ടി കാസർഗോഡും ബന്ദിപ്പൂരും ഒക്കെ കൊണ്ടുപോകുന്ന സ്റ്റേഷനിൽ നിറഞ്ഞത്. കൈവിലങ്ങിട്ട് അദ്ദേഹത്തെ നാട് നീളെ അല്ലേ ശിവജി? മേം സാബ് ധൈര്യം കൈവിടരുന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അറസ്റ്റും വിലങ്ങും പോലീസും എന്നൊക്കെ പറഞ്ഞാ സാബിനും എനിക്കൊക്കെ വെറും കുട്ടിക്കളികളാ. പോലീസിനാരെയും കൊല്ലാനുള്ള അധികാരമൊന്നുമില്ലല്ലോ. മേം സാബ് സമാധാനമായിരിക്കെ. ശീതളിനെ ധൈര്യപ്പെടുത്തേണ്ടത് മേം സാബല്ലേ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം. ശരി. ഇന്നലെ നോക്കിയപ്പോഴും മുത്തശ്ശിക്ക് ഷുഗർ കൂടുതലാ. ഇനി ദിവസം ഒരു നേരമെങ്കിലും റാഗി ഓട്സോ കഴിച്ചാൽ മതി. അമ്മോ,
കഴിക്കാൻ വേണ്ടി വന്നതാണെങ്കിലേ ഇവിടെ ഇന്നൊന്നുമില്ല. അതെന്താ ഇല്ലാത്തത്? ഞാനൊന്നും ഉണ്ടാക്കിയില്ല. അതിന്റെ കാരണമാണ് ചോദിച്ചത്. അടുക്കളയിൽ എന്തെങ്കിലും സാധനത്തിന്റെ കുറവുണ്ടോ? അരി, ഉഴുന്ന്, മൈദ, റവ, എണ്ണ, പച്ചക്കറി. ആ, അതെല്ലാം ഉണ്ട്. പിന്നെന്താ കുഴപ്പം? എനിക്ക് നല്ല സുഖമില്ല, അത്ര തന്നെ. നിങ്ങളെ കണ്ടിട്ട് ഒരു ക്ഷീണവും തോന്നുന്നില്ലല്ലോ. അസുഖത്തിന്റെ യാതൊരു ലക്ഷണവും ഇല്ല. ഇല്ലാത്ത അസുഖത്തിന് എന്ത് ലക്ഷണം കാണാനാ അമ്മു? രോഗവിവരമൊക്കെ ഡോക്ടറോട് പറഞ്ഞാ പോരെ? അത് ഇവിടെ ബോധിപ്പിക്കണമെന്ന് ഇനി നിയമം വല്ലതും ഉണ്ടോ? ഓ, അമ്മയും മകനും ചേർന്നുള്ള രോഗനാടകമല്ലേ? സുഖമില്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിച്ചാൽ മതി. അല്ലാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനൊന്നും ഞങ്ങൾക്ക് സൗകര്യമില്ല. സുഖമില്ലാത്ത നിന്റെ അമ്മയെ നീ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയോ? ഡോക്ടറെ കാണിച്ചോ? അതൊക്കെ ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. പിന്നെ സുഖമില്ലാത്തവരെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. അത് നടക്കില്ല. ഈ സുഖമില്ലായ്മ എത്ര കാലത്തേക്ക് കാണും? അതൊന്നും ഇപ്പോഴേ പറയാൻ പറ്റില്ല. അസുഖം ഭേദമാകുന്നവരെ അമ്മ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യില്ല. മുമ്പേ പറഞ്ഞില്ല എന്ന് വേണ്ട. കൊള്ളാം, നടക്കട്ടെ. വാ മുത്തശ്ശി. നിന്നെ തോപ്പിക്കാൻ വേണ്ടിയാ, അല്ലാതെന്താ? നമുക്ക് നോക്കാം മുത്തശ്ശി, ആരാ തോൽക്കുന്നതെന്നും തോൽപ്പിക്കുന്നതെന്നും. ഒരിക്കൽ നിന്നെ ഈ കൊച്ചിനെയും പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കിയതല്ലേ? അത് തന്നെയാ ഇപ്പോഴും അവരുടെ സമരമുറ. അവരുടെ ആയുധം തന്നെ നമുക്ക് അങ്ങോട്ടും പ്രയോഗിക്കാലോ. മോളെ, ആ വാതിലടച്ച് കുറ്റിയിട്ടേക്ക്. വാ മുത്തശ്ശി. എന്താ അമ്മു നീ ഈ കാണിക്കുന്നേ? നിങ്ങളുടെ കണ്ണിനല്ലല്ലോ അസുഖം, ആണോ? എന്താ ചെയ്യുന്നേന്ന് കണ്ടറിഞ്ഞൂടെ? അടുക്കള പൂട്ടി, അത്ര തന്നെ. അതെന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. ഇത് തുറന്നിടുന്ന എന്തിനാ? നിങ്ങൾക്ക് അടുക്കള കയറാൻ വയ്യ, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെന്തിനാ വെറുതെ തുറന്നിടുന്നത്? പട്ടിയും പൂച്ചയും കയറാൻ വേണ്ടിയോ? അസുഖമൊക്കെ മാറിക്കഴിയുമ്പോ പറഞ്ഞാൽ മതി, അടുക്കള ഞാൻ തുറന്നു തരാം. അതുവരെ ഇതിങ്ങനെ കിടക്കട്ടെ. ഈ പ്രായത്തിലെ അസുഖമൊക്കെ സൂക്ഷിക്കണേ ചേച്ചി. നല്ലൊരു ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തണം. ഡോക്ടർ പറഞ്ഞാലും ഇല്ലെങ്കിലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാ നല്ലത്. ചേച്ചി നല്ലപോലെ വിശ്രമിച്ചോ. 1 മാസം വിശ്രമിച്ചാലും ഒരു കുഴപ്പമില്ല. വാ മുത്തശ്ശി. നാഗരാജ്, നാഗരാജ്. എന്തിനാ അമ്മു അവനെ വിളിക്കുന്നേ? നമുക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ മുത്തശ്ശി. ഒരിക്കൽ ഞാനും എന്റെ മോളും ഈ വീട്ടിൽ പട്ടിണി കിടന്ന് മരണത്തിന്റെ വക്കുവരെ എത്തിയതാ. ഇനി അത് ആവർത്തിക്കാൻ വയ്യല്ലോ. അതുമാത്രമല്ല, മുത്തശ്ശി ഉണ്ടല്ലോ ഇവിടെ. ഏകാദശി ഒരിക്കലൂണും ഒക്കെ നോറ്റ് എനിക്ക് നല്ല ശീലം അമ്മു. എന്നെ ഓർത്ത് നീ വിഷമിക്കണ്ട. മാഡം, മാഡം വിളിച്ചോ? ആ മോളെ, നീ പോയി എന്റെ പേഴ്സിങ് എടുത്തോണ്ട് വാ. എന്തെങ്കിലും വാങ്ങിക്കണോ മാഡം? 3 പേർക്കുള്ള ഫുഡ് വാങ്ങണം. ശീതളിന് ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും. എനിക്കും മുത്തശ്ശിക്കും ഊണ്. 2 ഫിഷ് ഫ്രൈയും വാങ്ങിച്ചോ.
ഓ. ഇങ്ങനെ തന്നെ വേണം മോളെ. ഇവറ്റകളെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇതേ ഉള്ളൊരു വഴി. കണ്ടാലും കൊണ്ടാലും പഠിക്കുന്ന വർഗമൊന്നും അല്ല മുത്തശ്ശി. എന്തെങ്കിലും ഇവരുടെ മനസ്സ് മാറുമെന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഓരോ അടിക്കും തിരിച്ചടി കിട്ടുമെന്ന് ഇവര് മനസ്സിലാക്കണമല്ലോ. പുലി ഏകാദശി നോറ്റാലും പാരണയ്ക്ക് പശു എന്ന് കേട്ടിട്ടില്ലേ അമ്മു? കുറച്ച് ദിവസത്തേക്ക് അടങ്ങി ഒതുങ്ങി നിന്നാലും തരം കിട്ടിയാൽ ഉടനെ കുഞ്ഞമ്മയും മക്കളും ദുഷ്ടബുദ്ധി പുറത്തെടുക്കും. ഇനി അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ പ്രയോഗിക്കട്ടെ. എത്രത്തോളം വരുമെന്ന് നമുക്ക് കാണാലോ. നേർക്ക് നേരെ വരുന്ന ശത്രുവിനെ നേരിടാൻ നമുക്ക് പ്രയാസമില്ല. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. ചതിയും വഞ്ചനയും കള്ളത്തരവും അല്ലേ ഇവരുടെ രീതി. തരം കിട്ടിയാൽ പുറകിന്ന് കുത്തി വീഴ്ത്തുകയും ചെയ്യും. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നാഗരാജ്? ഉണ്ട്. ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങണം. ശരി, പോയിട്ട് വരാം. വാ മുത്തശ്ശി. വാ മോളെ. ഇനി എന്തായാലും അടുക്കള ഒരു മാസത്തേക്ക് തുറക്കണ്ട. വെക്കാനും വിളമ്പാനും ഒന്നും ആളില്ലാതെ എന്തിനാ വെറുതെ? ശരിയാ. വൈകുന്നേരം നമുക്ക് 3 പേർക്കും കൂടി പുറത്തു പോയി കഴിക്കാം. വാ മുത്തശ്ശി. അല്ല, കഴിക്കാൻ ആരും വന്നില്ല ഇതുവരെ. കുഞ്ഞമ്മ എവിടെ? നമ്മളോട് വല്ല സമരമാണോ? വേണമെങ്കിൽ തനിയെ ഉണ്ടാക്കി കഴിച്ചോട്ടേന്നായിരിക്കും. സുധേ, ഇതെന്താ കുഞ്ഞമ്മേ, ഭക്ഷണം കഴിക്കാറായില്ലേ? സമയം എത്രയായി? വിശന്നിട്ട് വയ്യ. സമയമൊക്കെ കറക്റ്റാ. പക്ഷെ പറഞ്ഞിട്ടെന്താ ഫലം? ഞാനും വിശന്നിരിക്കുക. അതെന്താ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? അടുക്കള കേറിയിട്ട് വേണല്ലോ ഭക്ഷണം ഉണ്ടാക്കാൻ. കേറിയിട്ട് വേണോന്നോ? അടുക്കളക്ക് എന്ത് പറ്റി? കൊച്ചമ്മ വന്ന് അടുക്കള പൂട്ടി താക്കോലുമായിട്ട് പോയി. ആര്? അമ്മു. അല്ലാതാരാ ഇവിടുത്തെ കൊച്ചമ്മ? അതെന്ത് തോന്നിയാസാ? നമ്മളെല്ലാരും പട്ടിണി കിടക്കട്ടെ എന്നാണോ? അവള് തീരുമാനിക്കുന്നതാണല്ലോ ഇവിടുത്തെ നിയമം. ഈ വാതിൽ ചവിട്ടി പൊളിക്കാൻ കുഞ്ഞമ്മയുടെ ആൺമക്കൾക്ക് ചുണയില്ലാതായി പോയല്ലോ. ചുണയുള്ള ഒരു മോൻ സുധയ്ക്കും ഉണ്ടല്ലോ. ചവിട്ടി പൊളിക്കുകയോ കുത്തി തുറക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്തു. അത് ഞങ്ങളിവിടെ അഭയാർത്ഥികളല്ലേ. ജയനോ ദേവനോ ആണെങ്കിൽ അവരെ കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ. ഞങ്ങൾക്ക് ഈ കുടുംബത്തിൽ എന്ത് വിലയാ അവള് കൽപ്പിച്ചിരിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? മനുഷ്യനെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പോലും മടിയില്ലാത്തവളാ. ഭരണം കയ്യിലുണ്ടായിരുന്ന സമയത്ത് അമ്മൂനെ ശീതളിനെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നിങ്ങളും നോക്കിയതല്ലേ? അതെ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും അഭിപ്രായം പറയാൻ നിൽക്കണ്ട. ഒരുപാട് നീതിന്യായം നോക്കുന്നവർ ചെന്ന് അവരോടൊപ്പം കുടിക്കോ. ഹെച്ചിലെങ്കിലും കിട്ടാതിരിക്കില്ല. എന്തിനാ ഞങ്ങളുടെ കൂടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ? എന്ത് ചെയ്യാൻ? എന്റെ ഭർത്താവ് നിൽക്കുന്നിടത്തല്ലേ എനിക്ക് നിൽക്കാൻ പറ്റൂ. അയ്യോ, അവളുടെ ഒരു ഭർത്താവ്. അതും എച്ചിലാണെന്ന് എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷെ വേറൊരു പെണ്ണിനും എന്റെ ഗതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാനിവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. ഒരുമാതിരി മറ്റേ വർത്തമാനം പറഞ്ഞാണ്ടല്ലോ. ഞാൻ എന്തൊക്കെ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എങ്കിൽ ആദ്യം ചെന്ന് അമ്മയ്ക്കും ഭാര്യയ്ക്കും സഹോദരിക്കും വിശപ്പടക്കാനുള്ള ഒരു വഴി കണ്ടുപിടിക്കേ. ചുണയും തന്റെ ഇടമൊക്കെ കാണിക്കേണ്ടതേ ആദ്യം ഇങ്ങനെയുള്ള കാര്യത്തില്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. ഭർത്താവിന്റെ വീട്ടിലെ ഒന്നാന്തര സദ്യ പുറങ്കാലം കൊണ്ട് തട്ടിയെറിഞ്ഞിട്ട് പോന്നതല്ലേ. അപ്പൊ ഇത്തിരി വിശപ്പൊക്കെ സഹിക്കാൻ തയ്യാറാവണം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യും. നീ അതിലൊന്നും ഇടപെടണ്ട. ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല. പട്ടിണിയും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചു വളർന്നവളായതുകൊണ്ട് ഒരു ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതേടി, ഏതോ ചേരിയിൽ ജനിച്ചു വളർന്നവളല്ലേ. അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും സഹിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ അമ്മയുടെ മോനെ പോലെ ഞാൻ സഹിക്കുന്നത്. എന്റെ കുഞ്ഞമ്മേ, എന്താ ഇതിനൊരു പരിഹാരം? ജയനെയോ ദേവനെയോ വിളിച്ച് പൂട്ട് തുറക്കാൻ പറ. ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. എന്റെ പിള്ളേര് ജയിലിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇനി പൂട്ട് തല്ലിപ്പൊളിച്ചിട്ട് അതിന്റെ പേരിൽ അവരെ പിന്നെയും ജയിലിൽ കയറ്റണോ? പിന്നെ എന്ത് ചെയ്യും കുഞ്ഞമ്മേ? എല്ലാരും കൂടി പട്ടിണി കിടക്കണോ? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ തന്നെ ചെന്ന് അമ്മൂനോട് ചോദിക്കേ. അല്ല പിന്നെ
എന്താടി ഒരു മൈൻഡില്ലാതെ? നിക്ക്, നീ എന്താടി വിചാരിച്ചത്? നിന്റെ കെട്ടിയവനെ സ്ഥിരമായി ജയിലിലിട്ട് കൂട്ടിക്കളയൊന്നോ? അവൻ ആരാ? അലാവുദ്ദീൻ ഖിൽജിയോ? എന്നെ പൂട്ടാൻ ശ്രമിച്ച അവനിപ്പോ എവിടെയാ? ഇവിടെങ്ങും അല്ല, അങ്ങ് വടക്ക് കണ്ണൂർ ജയിലില്. അവനെ ഞങ്ങളവിടെ പെർമനന്റ് ആക്കാൻ തീരുമാനിച്ചു. ജയിലിപ്പോ പഴയ പോലൊന്നുമല്ല, നല്ല സുഖ. ജയിൽ ഫുഡൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ജോലി ചെയ്ത ശമ്പളവും കിട്ടും. ഒരുപാട് പേർക്ക് പണി കൊടുത്തവനല്ല എന്നിട്ട് കെട്ടിയവൻ. അവനിട്ട് ആരെങ്കിലും ഒരു പണി കൊടുക്കാതിരിക്കുവോ? എന്റെ ഭർത്താവ് പോലീസ് എന്നും ലോക്കപ്പ് എന്നും ജയിലെന്നും കേട്ടാലുടനെ മുട്ടുകൂട്ടിയിടിക്കുന്നവനൊന്നും അല്ല. മരണത്തെ പോലും പേടിയില്ല. പിന്നെ നിന്നെ. പിന്നെ ഇനി അദ്ദേഹം തിരിച്ചു വരുമ്പോ നീ ആ സമയത്ത് ജീവനോട് ഇരിക്കാത്തതാ നിനക്ക് നല്ലത്. നീ പോടി പുല്ലേ. എന്നെ ഭീഷണിപ്പെടുത്തുന്നോ നീ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. നിനക്ക് മാത്രമല്ല, നിന്റെ മറ്റവനും. അവനിന്റെ പുറലോകം കാണില്ലടി. എന്റെ മോനെ നീ തല്ലൂല്ലേടാ? നിന്റെ മോനെ മാത്രമല്ല, നിന്നെയും തല്ലും. കാണണോ നിനക്ക്? നീ എന്ത് വിചാരിച്ചടാ? സാബ് കേസിൽ പെട്ടെന്ന് വെച്ച് ചോദിക്കാനും പറയാനും ഇവർക്ക് ആരും ഇല്ലെന്ന് കരുതിയോ? ഇറങ്ങി പോടാ ചറ്റേ. നിന്റെ അമ്മയെ വിളിച്ചോണ്ട് പോടാ. നീ ആരാടാ ഞങ്ങളോട് ഇവിടെ ഇറങ്ങി പോകാൻ പറയാൻ? നിനക്ക് എന്താണ് അധികാരം? നീ എന്റെ മോനെ തല്ലൂലടാ. ചോണയുണ്ടെങ്കിൽ ഒന്നുകൂടെ തല്ലടാ. ഇങ്ങോട്ട് നീങ്ങിക്കിടാം. നിന്റെ അമ്മയുടെ പുറകെ പതുങ്ങി നിൽക്കാതെ. നീങ്ങി നിൽക്ക് പോനെ. അവൻ തല്ലുന്നൊന്ന് കാണട്ടെ. നിന്റെ മോനെ കൂട്ടിക്കൊണ്ട് പോ പിശാചേ. ഇവന്റെ മോൻ തകണ്ട എനിക്ക് ചോര തിളയ്ക്കും. നീ അവിടെ നില്ല മോനെ. ഇവ കൊല്ലട്ടെ. അതൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. മോടി. മോന്റെ എല്ലും പല്ലും ഒക്കെ പൊട്ടാതെ ഒടിയാതെ കിട്ടണമെങ്കിൽ വലിച്ചേച്ചോണ്ട് പൊടി. നായെ പോലെ കേറി വന്ന് തിന്നതും പോരാഞ്ഞ് യജമാന്റെ നേരെ കുരയ്ക്കുന്നു. വാമനെ, വാമനെ, ഇതിനൊക്കെ പകരം ചോദിക്കാൻ നമുക്ക് ആളുണ്ടല്ലോ. പിന്നെന്താ? വാ.